അതെ, എനിക്ക് ചോദിക്കാനുള്ളതാണ് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ JSK സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണനുമായിട്ട് സംസാരിച്ചു. ഏറ്റവും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് രേഖാമൂലം അവർക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല, ഷോക്കോസ് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഷോക്കോസ് നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണിതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം CBFCക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മളും സിനിമയുടെ കണ്ടൻറ് ഉണ്ടാക്കുന്നത്, അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നതും. ആ ഗൈഡ് ലൈനിലൊന്നും ഇങ്ങനൊരു സംഗതി ഇല്ല. മാത്രമല്ല, ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി, അതെനിക്ക് കുറച്ച് വൈകിയാണ് അറിയാൻ കഴിഞ്ഞത്. പത്മകുമാർ എന്ന നടൻ, അദ്ദേഹം സംവിധായകനും കൂടിയാണ്. അദ്ദേഹം എടുത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഇതേ വിധി ഉണ്ടായിട്ടുണ്ട്. അതിലും ജാനകിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ സിനിമ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. ഒന്നുകിൽ എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക, അല്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റുക. അതിനുശേഷം ചില പേരുകൾ അദ്ദേഹത്തോട് അവർ സജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ പേര് ഞാനിവിടെ പറയുന്നില്ല. കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക പ്രശ്നമോ മറ്റു തരത്തിലുള്ള സ്പർദ്ധയോ ഇടയാക്കരുതെന്നുള്ളതുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്ത പേരുകളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ജാനകിയെ ജയന്തി എന്ന് മാറ്റിയതിന് ശേഷമാണ് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത്, മാറ്റി ഡബ് ചെയ്തു. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന എൻഡോഴ്സ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച ധാരണ പ്രകാരം നിങ്ങൾ പേര് മാറ്റിയിരിക്കുന്നു എന്നാണ്. അതും നോക്കൂ, നമ്മൾ തമ്മിൽ സംസാരിച്ചത് എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള ഒരു ഫിലിം മേക്കറുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ, ഒരു ബംഗാളി സിനിമയിൽ ഇതേപോലെ പേര് മാറ്റാൻ നിർബന്ധിതനായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗൈഡ് ലൈനിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പേരുകൾ അവരടിച്ചു തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് സിനിമ എടുക്കാം. എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റുകയില്ല. നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പേരായിരിക്കും. നാളെ എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊരു വളരെ ജെന്യുവിനായിട്ടുള്ള പേടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. തിരക്കഥാ സംഭാഷണം സംവിധാനം ഉണ്ണികൃഷ്ണൻ എന്ന് വെച്ചാൽ മാറ്റി വേറെ ഏതെങ്കിലും പേരിടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാള സിനിമയിലെ ഏറ്റവും വിഖ്യാതരായ വില്ലന്മാരെ എടുക്കൂ നിങ്ങൾ. പത്രം എന്ന സിനിമയിലെ വില്ലൻ്റെ പേരെന്താ? വിശ്വനാഥൻ എന്നാണ്. നാളെ അത് ഇടാൻ പറ്റുമോ? എൻ്റെ അവസാനത്തെ സിനിമയിലെ വില്ലൻ്റെ പേര് ത്രിമൂർത്തി എന്നാണ്. എനിക്കത് ഇടാൻ പറ്റുമോ? ജാനകി എന്ന പേരിട്ട് ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഞാൻ എഴുതി സംവിധാനം ചെയ്ത ടെലിഫിലിമിന് എനിക്ക് 6 സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്നും മഴയായിരുന്നു എന്ന് പറയുന്ന സിനിമ, അതിൽ ജാനകി ഉണ്ട്. ഇതാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഷോക്കോസ് നോട്ടീസ് കിട്ടാനാണ്. എന്താണ് അവരതിൽ പറയുന്നതെന്ന് നമ്മൾ നോക്കും. ആ സംവിധായകനോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിനോട് നിയമപരമായി നീങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഇതിലുണ്ടാകും. അത് തീർച്ചയായിട്ടും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകും. അങ്ങനെന്താ ഒരു സംശയവും വേണ്ട കാര്യത്തിനകത്ത്. നോക്കട്ടെ, ഇവിടെ നമുക്കൊരു നിയമ സംവിധാനം ഉണ്ടല്ലോ, നമുക്ക് കോടതിയെ ആശ്രയിക്കാമല്ലോ. ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു നിയമത്തിൻ്റെ മുകളിലാണ് ഈ ആവശ്യമെന്നുള്ളത് ഞങ്ങൾക്കറിയണം. അത് അത്തരത്തിലൊരു സുതാര്യത കിട്ടിയാൽ ഞങ്ങൾ അതിനെ ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഗൈഡ് ലൈനിൽ പറയട്ടെ, ഇന്ന പേരുകൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയട്ടെ, നമ്മളതിന് തയ്യാറാണ്. ഞാൻ നിങ്ങളോട് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യവും കൂടി ചോദിക്കുകയാണ്. തൻ്റെ ഭർത്താവ് തന്നോട് ചെയ്ത അനീതി മാത്രമല്ല, ഒരു ഭരണകൂടം തന്നോട് ചെയ്ത അനീതിക്കെതിരെയാണ് കുമാരനാശാൻ്റെ സീത ശബ്ദിച്ചത്. ചിന്താവിഷ്ടയായ സീത, പാവയോ ഇവൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് യുക്തിയെങ്കിൽ സീതയ്ക്ക് ചിന്താവിഷ്ടയാവാൻ സാധിക്കുമോ?
സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണല്ലോ, അദ്ദേഹമാണ് സിനിമ അഭിനയിക്കുന്നത്. കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹവും ഞാനും ഇന്നലെ ഒരു ചടങ്ങിലുണ്ടായിരുന്നു. ശ്രീ സിബി മലയിലെ സിനിമാ ജീവിതത്തിൻ്റെ 40 വർഷം നമ്മൾ ഒരുമിച്ചാണ് ആഘോഷിച്ചത്. അദ്ദേഹം ആ ചടങ്ങിലുണ്ടായിരുന്നു. ഞാനപ്പോൾ ഈ വിവരം അറിയുന്നില്ല. ഞാൻ വീട്ടിൽ വന്ന ശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ ഞാൻ നേരിട്ട് അതിലിടപെട്ട് സംസാരിച്ചു, എന്നിട്ടും പ്രതികരണമില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. ഇവർ അറിഞ്ഞിട്ടുമില്ല, ഇതിനോട് ഒപ്പമാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ ഏതൊക്കെയോ ഉദ്യോഗസ്ഥ തലത്തിലോ ഒക്കെ നടക്കുന്ന കാര്യമായിരിക്കാം ഇത്. ഇവിടുത്തെ കമ്മിറ്റി ഈ പടം കണ്ട് അവർ തൃപ്തികരമാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത സിനിമയാണ്. ഇത് ഒപ്പിടാതെ വെച്ചിരിക്കുന്നത് മുംബൈ ഓഫീസാണ്. അദ്ദേഹം പ്രധാന കഥാപാത്രമാണ്. അദ്ദേഹമാണ് ജാനകിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് ഈ സിനിമയിൽ. മനസ്സിലായോ? അല്ല, നമ്മളെക്കാളൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളാണ് എന്ന് പറഞ്ഞ ഭരണതലത്തിലാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ഇതൊരു ഗവൺമെൻറ്റൽ ഡിസിഷനോ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഡിസിഷനോ ആണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഡിസിഷൻ വന്നപ്പോൾ തന്നെ ഞാൻ അത് ഇടപെട്ട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സംസാരിച്ചത് ആരോടാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ആ സംസാരത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ളത് നാളെ വരെ നമുക്ക് കാത്തിരിക്കാം. ഇന്നിപ്പോൾ ഓഫീസില്ലല്ലോ. നാളെ എന്തായാലും ഈ പ്രവീണിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷോക്കോസ് വരട്ടെ. ഷോക്കോസ് വന്നിട്ട് എന്താണ് അതിൽ കാരണം പറയുന്നതെന്ന് നോക്കട്ടെ. പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്നത് ഇതിന് ഒരു പ്രസിഡൻസ് ഉണ്ടെന്നുള്ളതാണ്. പത്മകുമാറിൻ്റെ സിനിമ നിങ്ങൾ അദ്ദേഹത്തെ കാണണം. തിരുവനന്തപുരത്തുള്ള ആളല്ലേ അദ്ദേഹം ഫിലിം മേക്കറാണ്. അദ്ദേഹം എന്നിട്ട് ജയന്തി എന്ന് മാറ്റിയിട്ടാണ് ആ സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പങ്കാളിയുടെ പേര്, അല്ല പങ്കാളിയല്ല, ഒരു സുഹൃത്താണെന്ന് തോന്നുന്നു, എബ്രഹാം എന്നുള്ളത് മാറ്റാനാണ് പറയുന്നത്. അല്ല, രാവണപ്രഭുവിലും ജാനകിയാണ് നായിക. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേര് നിരോധിക്കുമോ എന്നാണ് എൻ്റെ പേടി. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക രാവണപ്രഭു നിരോധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് നമ്മളുടെ ഒരു പേര് എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്വബോധവും നമ്മുടെ കർത്തൃത്വമായിട്ട് ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ്റെ പേര് എൻ്റെ അമ്മ ഇട്ട പേരാ ഉണ്ണികൃഷ്ണൻ വരെ. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു കർത്തൃത്വത്തിന് ആ പേരുമായിട്ട് എന്താ ബന്ധമുള്ളത്? നിങ്ങൾ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കുന്നു എന്നല്ലാതെ മറ്റു തരത്തിലുള്ള റെഫറൻസുകൾ അതിനകത്തില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഉള്ള പേരുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തരം യുക്തിയെങ്കിലും ഇവരാലോചിക്കണ്ടേ? അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിടാവുന്ന പേരുകൾ എന്ന് പറഞ്ഞ് പേരുകൾ തരട്ടെ, നമ്മളതിനനുസരിച്ച് ചെയ്യാം. ഇല്ല, അദ്ദേഹത്തിനും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഒരു കമ്മിറ്റി കാണുന്നു, ഇതിൻ്റെ പ്രൊസീജിയർ അറിയാമല്ലോ. ഇവിടുത്തെ ഒരു കമ്മിറ്റി കാണുന്നു. കമ്മിറ്റിക്ക് അതിനകത്ത് മറ്റ് അഭിപ്രായ വ്യത്യാസമില്ലെങ്കിൽ അവരത് മുംബൈയിലേക്ക് അയക്കും. ചെയർമാൻ ആണല്ലോ, ചെയർമാനും സിഇഒയും കൂടി നോക്കിയിട്ടാണല്ലോ അത് ഓൺലൈനിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ വരുന്നത്. അതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന രീതികളാണ്. അവിടെ നിന്നാണ് ഒബ്ജക്ഷൻ വന്നിരിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് പത്മകുമാറിൻ്റെ സിനിമയ്ക്കും ഒബ്ജക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അല്ല, മുമ്പും ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കും അറിയാം. ഇപ്പോൾ കഥകളി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഇങ്ങനെ ഇത്ര ഒരു പ്രശ്നം നേരിട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി സർട്ടിഫിക്കറ്റ് റീജിയണൽ ഓഫീസ് ഉപരോധിച്ചതാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മളെല്ലാവരും കൂടി പോയി ചെയ്തത്. എന്താണ് പറയുന്നത്? അദ്ദേഹം എത്ര നാള് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. അദ്ദേഹം അതിനകത്ത് സുരേഷ് ഗോപിയെ പോലെ ജനപ്രീതിയുള്ള താരമൂല്യമുള്ളൊരു നടനുണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഈ പത്മകുമാറിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ചു. ഇറ്റ് വാസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം. അദ്ദേഹത്തിന് നേരിട്ട മാനസിക വിഷമം അദ്ദേഹത്തോട് ഞാനിപ്പോൾ സംസാരിച്ചു. വളരെ വളരെ കഷ്ടമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. ഇതിനൊരു യുക്തിയില്ല. നിങ്ങൾക്കൊരു പ്രത്യേക സിറ്റുവേഷനോ ഒരു കമ്മ്യൂണൽ ഹാർമണിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഡയറക്റ്റ് റെഫറൻസ് കിടപ്പുണ്ട്. ഇത് പോയിൻ്റ് ഔട്ട് ചെയ്താൽ ഒരു ചർച്ചയ്ക്കെങ്കിലും നമുക്ക് സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാധ്യമ സമൂഹത്തിൻ്റെ പിന്തുണയും ഞങ്ങൾക്ക് വേണം. ഇന്ന് എന്നോടൊരു പത്രപ്രവർത്തകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നാളെ ഒരു ക്രൈം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ അതിൽ ഇൻവോൾവായി ചെയ്തിരിക്കുന്നവർക്ക് ദൈവനാമമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഞാൻ പറയാം, ഇവരുടെ യുക്തി ഒന്നുകൂടി നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ പേരുകളുള്ള സ്ത്രീകൾ ഒരു തരത്തിലുള്ള അതിക്രമത്തിനും വിധേയമാകരുത് എന്ന് പറഞ്ഞൊരു സർക്കാർ ഉത്തരവ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റും.
അത് ഉറപ്പാക്കാൻ പറ്റുമോ? അത് ഉറപ്പാക്കാൻ പറ്റില്ലല്ലോ. അപ്പം കല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഥാപാത്രം, കഥ എന്ന് പറയുന്നത് അതൊരു എഴുത്തുകാരൻ്റെയും ഒരു സംവിധായകൻ്റെയും സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ നെയിമിങ് ഓഫ് ദ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നൊരു സംഗതിയാണ്. ആ നെയിമിങ്ങിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടോ, ഒരു കമ്മ്യൂണൽ ഹാർമണിയെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കി നമ്മളോടൊരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഈ പേര് പാടില്ല, നിങ്ങൾ വേറെ ഏത് പേര് വേണമെങ്കിലും ഇട്ടുള്ളൂ. അല്ല, ഒന്ന് ആലോചിക്കട്ടെ. നാളെ ഒന്ന് ഷോക്കോസ് വരട്ടെ. ഷോക്കോസ് വന്നിട്ട് കോടതിയെ നമ്മൾ സമീപിക്കും. അതിൽ ഞങ്ങൾ കക്ഷി ചേരണോ എന്നുള്ളതൊക്കെ ഞങ്ങൾ ആലോചിക്കും. സംശയമുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കും. ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കും. നിങ്ങൾ സിനിമ കാണുന്നവരുമാണ്, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ്. ഇത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരും നമ്മളുടെ ജീവിത വീക്ഷണവും തമ്മിലോ നമ്മൾ ജീവിക്കുന്ന രീതിയും തമ്മിലോ ഒന്നും ഒരു ബന്ധമില്ല, അല്ലേ? നമ്മളുടെ അന്തരിച്ചു പോയ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരെന്തായിരുന്നു? ബാലകൃഷ്ണനായിരുന്നു, അല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ ഇതിനകത്ത്. അപ്പം നമുക്ക് അത്തരം പേരുകളും ആളും തമ്മിൽ എന്നാണ് ബന്ധമുള്ളത്? നമുക്ക് നാളെ ഒരു സിനിമയ്ക്ക്, ഇപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയിൽ പ്രധാനപ്പെട്ട പ്രതിനായകൻ്റെ പേര് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേര്. അദ്ദേഹം വളരെ വറീഡാ. ഞാൻ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അല്ല, അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പരിമിതികൾ മനസ്സിലാവും. അദ്ദേഹം ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി കക്ഷിയുടെ സമുന്നതനായ നേതാവാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഒരു ഓട്ടോണമസ് സ്വഭാവമുള്ള ഒരു ബോർഡാണ് ഈ സംഗതി. ഇത് ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, ഇതൊരു ഗവൺമെൻറ്റൽ ഡിസിഷനായിട്ട് താഴോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല. കേന്ദ്ര സർട്ടിഫിക്കേഷൻ ബോർഡിലെ അംഗമായിട്ടുള്ള ഒരു ഫിലിം മേക്കർ, വളരെ വിഖ്യാതനായ ഫിലിം മേക്കറാണ് അദ്ദേഹം. ഈസ് എ ബംഗാളി. അദ്ദേഹത്തിൻ്റെ ഒരു ബംഗാളി സിനിമയിൽ നിന്നും അദ്ദേഹത്തിന് പേര് മാറ്റേണ്ടി വന്നു ഈ അടുത്ത കാലത്ത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള സഹപ്രവർത്തകന് പേര് മാറ്റേണ്ടി വന്നു. അത് ജയന്തിയായിട്ട് ഡബ് ചെയ്തു. അപ്പോഴാണ് സർട്ടിഫിക്കേഷൻ കൊടുത്തത്. തീർച്ചയായിട്ടും ഏത് കോടതിയിലും ഏത് നിയമത്തിൻ്റെ മുമ്പിലും ഇങ്ങനൊരു ഇഷ്യൂ ഉന്നയിക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിനകത്ത് വേറൊന്നും ഈ ഘട്ടത്തിൽ പറയാനില്ല. വളരെ സന്തോഷം നിങ്ങളുടെ. അല്ല, അതിലേക്കൊക്കെ അത് ഞാൻ പറഞ്ഞ പോലെ ഷോക്കോസ് നോട്ടീസ് വരട്ടെ, കോടതിയിലേക്ക് പോകട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കും. നമ്മൾ എപ്പോഴും നിയമത്തിൻ്റെ വഴി ആദ്യം പോയി നോക്കുക, അതിനുശേഷമുള്ള കാര്യങ്ങൾ ആലോചിക്കും. ഞാൻ തന്നെയല്ല, ഞങ്ങൾ വിശാലമായിട്ട് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, നാളേക്ക് ഒന്ന് ഡയറക്ടേഴ്സ് യൂണിയൻ അങ്ങനെയുള്ള ഞങ്ങളുടെ ജനറൽ കൗൺസിൽ, സ്റ്റിയറിംഗ് കമ്മിറ്റി അവരൊക്കെ ആയിട്ട് ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് നോക്കാം. നമുക്ക് ചിലപ്പോൾ നാളത്തോടുകൂടി ഈ ഷോക്കോസ് വരുന്നതോടുകൂടി ഇതിനകത്തൊരു പരിഹാരം ഉണ്ടായേക്കാം. പക്ഷേ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാര്യം ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ പത്മകുമാറിനെ നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിൽ കാണുക. അയാൾ മാറ്റില്ല എന്ന് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമല്ലേ. അല്ലെങ്കിൽ ഇന്നലെ അത് സെറ്റിലായി പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. മാറ്റേണ്ട കാര്യമില്ലല്ലോ അതിനകത്ത്. 96 സ്ഥലത്ത് സുരേഷ് ഗോപി തന്നെ അതിനകത്ത് ജാനകി എന്ന് പറയുന്നുണ്ട്. ഇനി അദ്ദേഹം ഇത്രയും തിരക്ക് പിടിച്ച ആൾ വന്ന് എത്ര ദിവസം ഡബ് ചെയ്യണം?